ഇന്ന് ഫ്രണ്ടിന്റെ ബർത്ത്ഡേയാ മൃദുലേ. നമ്മുടെ ഫ്രണ്ടിന്റെ അല്ല, സാറിന്റെ. അതെ, അമ്പുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആട്ടോ ഇന്ന്. അമ്പുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കാണാൻ വന്നായിരുന്നു ഇവിടെ. 2 അടിയൊക്കെ കൊടുത്ത് അമ്പുവിന്റെ മോന്തൊക്കെ ഇട്ട് തലക്ക് 2-3 അടിയൊക്കെ അടിച്ചിട്ടാ പോയത്. ബൈ ദ ബൈ, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് സുഹൃത്തുക്കളെ. നമ്മുടെ ഫ്രണ്ട് അരവിന്ദിന്റെ കുഞ്ഞിന്റെ 1ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ നമ്മളിത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടി. മൃദുലയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അമ്മ റെഡിയായി ആൾറെഡി. അമ്പൂട്ടന്റെ ഡ്രസ്സാണ് ഇന്നത്തെ ഹൈലൈറ്റ്. അടിപൊളിയാ. ബർത്ത്ഡേ ഒക്കെ മാറി നിക്കൂ ഇനി നീ ഇവിടെ ചെല്ലുമ്പോ. ഇനി സ്വന്തമായിട്ട് പുകഴ്ത്തുമ്പോ ചിരിക്കുന്നിരിക്കുമ്പോ എന്റെ മോനെ. ഇതെന്തുവോ അവിടെ എന്തുവാ ഒരു ഫോട്ടോ. ഇവിടെ ഒരു കരടിയൊക്കെ ഇവിടെ. അയ്യേ, ഇതെന്തോ അമ്പു കരടി. അജ്ജേ, കരടിയോ? അത് ശരി, കൊള്ളാം ഡ്രസ്. ഇട്ടതല്ലേ അവൻ കൊണ്ടുപോയേ. അപ്പം റെഡിയാ പോവാം, സമയമില്ല. മുഖത്തൊക്കെ ഫുള്ള് വാരി പൊത്തിയിരിക്കും കേട്ടോ പുട്ടിയൊക്കെ. തിളങ്ങുന്നു. പുട്ടി തേച്ച് ഇച്ചിരി ഐഷാഡോയും പിന്നെ ഞാൻ ഡെയിലി എന്റെ സ്കിൻ കെയർ റുട്ടീനും. എന്തോ ഡെയിലി കഴിക്കുന്ന? ഹലോ ഗൈസ്, നമ്മുടെ എല്ലാവരുടെ ഒരു ഹെക്ടിക് ലൈഫ് സ്റ്റൈൽ അല്ലേ. സ്ട്രെസ്, പൊല്യൂഷൻസ്, കറക്റ്റ് വെള്ളം കുടിക്കാറില്ല, കറക്റ്റ് സമയത്ത് ഉറങ്ങാറില്ല, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ടുള്ള സൺ എക്സ്പോഷർ, ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡള്ളും ടയേർഡും ആക്കുന്നു. അപ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മുടെ ഈ ഡൾ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാലും നമ്മുടെ വിസിബിൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് സ്കിൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ ഹിമാലയ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് സിറം. The brand I trust and have been used for years. ഇത് മേഡ് ചെയ്തേക്കുന്ന 5x വൈറ്റമിൻ സിയും 10x നിയാസിനാമിഡും അതുപോലെ തന്നെ ഓറഞ്ച് എക്സ്ട്രാക്ട്സിന്റെ പവർ ഉപയോഗിച്ചിട്ടാണ്. ഇത് നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ബ്രൈറ്റ്നെസിനെ വെറും ഡേ 3 കൊണ്ട് തന്നെ അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു സെറത്തിന്റെ ലൈറ്റ് വെയിറ്റ് ഫോർമുല ഇത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആവാനും നമ്മുടെ വിസിബിളി ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു സ്കിൻ ലീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സെറം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? ഇതിൽ നിന്നൊരു 2-3 ഡ്രോപ്സ് എടുത്ത് നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അബ്സോർബ് ആകുന്നിടം വരെ അപ്വേർഡ് സർക്കുലർ മോഷനിൽ നല്ലോണം മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മോയ്സ്ചർ കണ്ടന്റ് ലോക്ക് ആയിട്ടിരുന്നോളും. ഇത് ടോയ്സയുടെ യൂസ് ചെയ്ത ബെറ്റർ റിസൾട്ടിന് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഈ ഹിമാലയ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതുപോലെ തന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. കൂടാതെ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് വേഗം ബർത്ത്ഡേ പാർട്ടിക്ക് പോവാം. മറ്റേ പാട്ട് പാടി കൊടുത്തേ. ജോണി 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 yes papa eating sugar no papa telling lies no papa open your mouth. നേരത്തെ കിടക്കുന്നത് ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ ഒരു വട്ടേ ഇതെടുത്തേക്കും ജോണി ജോണി അടുത്ത നമ്മൾ ഇറങ്ങട്ടെ. അറിയണ്ടോ അമ്പൂട്ടനെ ഇന്ന് 9 മാസത്തെ ഷൂട്ടാണ്. നമ്മളിന്ന് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ പരിപാടി നടത്താൻ വേണ്ടി പോകുന്നത്. സോറി, വെജിറ്റബിൾസ് അല്ല, ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. അവക്കാഡോ, ആപ്പിള്, ഗ്രീൻ ആപ്പിള്, മൊസംബി, ഓറഞ്ച്, കപ്പയ്ക്ക എല്ലാം. പക്ഷേ 9 എന്തോ ഒരു ഷേപ്പ് കുറവ്. ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ കൊള്ളത്തില്ലായിരിക്കും ഇല്ലേ ഗൈസ്? അത് വേണ്ട. അവിടെ ആ പഴം വെച്ചാണ് ആ വാലങ്ങനെ വരട്ട്. പഴം വെച്ചപ്പോ പിന്നെയും പഴം വെച്ചപ്പോ ഓക്കെ ആയി. അങ്ങനെ നമ്മുടെ 9ാം മാസത്തെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ. ലുക്ക് അറ്റ് ദാറ്റ്. അടിപൊളി കേട്ടോ, നല്ലോണം കിട്ടി. പക്ഷെ അവ ആ കിടത്തുനിന്ന് അടുത്തുനിന്ന് എണീറ്റിട്ടില്ല കേട്ടോ. ജീവൻ കൊണ്ട് ഓടി. കണ്ട് 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 കണ്ട്
അമ്പു അമ്പു ടിങ്കിടി ടിങ്കിടി ടക്ക്. നല്ല ഫ്രെയിം ആണ്. മേലോട്ട് നോക്കി അടിപൊളി. ടിങ്കിടി നീ വിളി അമ്പു ഡോക്ക് പറ, അമ്പു ടിങ്കിടി ടിങ്കിടി ഡോക്ക് പറ. കിട്ടിയോ നോട്ടെ? കിട്ടിയോ കിട്ടി. നല്ല ഫോട്ടോസ് വേറെ ഉണ്ട്. ഒരെണ്ണം മതി വേറോട്ട് സഹകരിച്ച് ആ സഹായിച്ചു. ഇല്ലേ? അലമ്പൊന്നും കാണിച്ചില്ല. അന്ന് താമര വെച്ചാൽ ഭയങ്കര അലമ്പായിരുന്നു. അത് തറ കിടക്കത്തില്ലായിരുന്നു, ഇത് ഇതിന്റെ പുറത്തായതുകൊണ്ട് കിടക്കും. കേടുന്നു. നൈസ് ഗൈസ്. അമ്പുവേ പക്ഷെ ഒന്നും എടുക്കുന്നില്ല. ഒന്നും പിടിക്കുന്നില്ല കേട്ടോ, ഒന്നും തൊടുന്നില്ല. ഇതുപോലൊരു നല്ല കുഞ്ഞിനെ നിങ്ങൾക്ക് എവിടെ അതാ കിട്ടും? ഒന്നും വലിച്ചു വാരി ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ കിടന്നവനെ ഇത് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി വന്നു. ആരെ തെറ്റാണ്? മുട്ടേ, മുട്ട്, 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 മുട്ടേ. ഉമ്മയമ്മയും മോനും എന്തോ ചെയ്യുന്നു ഇവിടെ? ഓച്ച ഉറയ്ക്കുന്നോ? ഓ അടി ചീര കറി കഴിക്കാൻ ചീര. ആര് നട്ട്? അമ്മ തെമ്മലേന്ന് ചീര കൊണ്ട് കിട്ടുന്നത് കണ്ടില്ലേ മുതലേ? അമ്മ തന്നെ അത് പറഞ്ഞില്ലേ, ഇഞ്ചിക്ക് വെക്കാം. ഇഞ്ചിയാ? ഇതേ കണക്കത്തൊരു ഇലയുണ്ട്, സാമ്പാറിനുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു തളിര് കണക്കിരിക്കുന്ന ഇല. അതല്ലേ പുതിനയില? പുതിനയില അല്ല, ഒരു വേറെ സൈസ് ഇലയുണ്ട് ഈ സാമ്പാറിന് ഇടുന്ന. ഇത് കണക്ക് ഇരിക്കുന്ന, ഇതേ കണക്ക് ഇരിക്കുന്ന, ഇതേ റൗണ്ട് ചിത്തിരി ഒരു ഭയങ്കര മിനിസോ കട്ടിയുണ്ട്. നമ്മളെ ഈ ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു ഇല ഉണ്ട്. മണമുള്ള ഇലയാണോ? അമ്പൂവിനറിയാം. പറടാ, നിന്റെ മുഖം കണ്ടറിയാം നിനക്ക് എന്തോ അറിയാം. അങ്ങനെ ഈ ഫോണിൽ കൂടെ കാണുമ്പോ ഈ ചെറുക്കനെ കാണാൻ ഭയങ്കര ചെറുക്കനാണ്. സത്യത്തിൽ കായ്സ് ഇവൻ വെറും ഇച്ചിരിയേ ഉള്ളൂ. ഇവൻ അശുവാ. നോക്ക്, വീഡിയോ കൂടെ കാണാൻ അമ്മയുടെ അത്ര ഉണ്ടാവേ ഇല്ലേ? അവിടെ കുഞ്ഞമ്മ ക്ഷീണിച്ചു പോയല്ലോ. അതെന്താ വീഡിയോ കാണാൻ ഇച്ചിരി ഇങ്ങനെ ഇരിക്കും, നേരിട്ട് കാണാൻ ഇച്ചിരി ഉള്ളൂ. നമ്മളും അതുപോലെ അല്ല, നീ അതുപോലല്ല. അല്ല, കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ കാണാൻ വണ്ണമുണ്ട്, നേരിട്ടാണ് സ്ലിം. വണ്ടിയുടെ നമ്പർ കിട്ടിയില്ല ഗൈസ്. നമുക്ക് എടുക്കണം. നമ്മൾ അതേ നമ്പരൊക്കെ നോക്കുക കേട്ടോ. നമ്മളെ 79030 കിട്ടിയില്ലെങ്കിലും അത് കിട്ടില്ല. കാരണം അതിന്റെ സീരീസ് അല്ല ഞാൻ മാക്സിമം നോക്കി. അല്ലെങ്കിൽ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് വണ്ടി എടുക്കണമായിരുന്നു. ഇപ്പം വേറെ സീരീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 48 ദിവസത്തിനുള്ളിൽ എടുക്കുകയും വേണം. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് രണ്ടും. അങ്ങനെ ഒരു കഴക്കൂട്ടൻകാരൻ എന്നുള്ള നിലയിൽ 2 വണ്ടി KL22. ഇതെന്തോടി കാടായോടി അവിടെ എല്ലാം. തുളസി ഇത്രയൊന്നും ഇല്ലായിരുന്നല്ലേ? ഒരൊറ്റ ഒരെണ്ണം പോയപ്പോ അതിന് പകരം എത്രണ്ണം വന്ന് നോക്കി. പക്ഷെ ഇത്രയും വൃത്തിയോടാട്ടോ. അത് കുഴപ്പമില്ല, തുളസിയല്ലേ വീട്ടിന്റെ ഫ്രണ്ടിൽ നമ്മൾ നട്ടത്തില്ല, താനെ വിളിച്ചു വരുന്ന ഐശ്വര്യം. എന്തേലും അങ്ങ് ഐശ്വര്യമാക്കികളെ ഉടനെ. അല്ല, ഉണങ്ങിപ്പോയാലും ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാ, ഞാൻ വെള്ളം ഒഴിക്കും. തുമ്മിയാൽ ദോഷം തൂത്തുവാരിയ ദോഷം. യൂട്യൂബ് അമ്മായി ആണോ നിങ്ങൾ രണ്ടുപേരും? ഞാൻ യൂട്യൂബ് അമ്മായില്ല, അമ്മ ഫേസ്ബുക്ക് അമ്മായിയാ. മൃദുലേക്ക് വിളക്ക് കത്തിക്കുന്ന സമയമാകുമ്പോ പല കാര്യങ്ങളും ഓർമ്മ വരും. ദിവസങ്ങള് മനസ്സമാധാനം പോയ എത്ര ദിവസങ്ങൾ. 6 മണി. ദീപം ദീപം ദീപം. ചന്തി കടിച്ച് ചിരിപ്പിക്കുന്ന അടി കുഞ്ഞിനെ. സ്നഗിലടിച്ച ചന്തിയിലല്ല. അമ്മ അടിക്കണ പൊണ്ണാ. ഇപ്പൊ കുരുത്തക്കട കാണിക്കുമ്പോൾ വഴക്കൊക്കെ പറയും കേട്ടോ കുഞ്ഞിനെ. എടാ, കമ്മല് പിടിച്ചിട്ടേ ഒറ്റ വലിയാടാ, മുടി പിടിച്ചിങ്ങനെ വലി. പിള്ളേരെ നമ്മുടെ വഴക്ക് പറയേണ്ട സമയത്ത് സഹകരിക്കണം ഗൈസ്. ഇപ്പൊ അമ്പൂന് ചെറുതായിട്ട് വഴക്കൊക്കെ ഇടയ്ക്കൊക്കെ കൊള്ളു. അത് അവൻ അറിയില്ല, മനസ്സിലാവാറുള്ള പ്രായം ആയില്ല. എന്നാലും മുടി പിടിച്ച് എണ്ണിക്കും. അവന്റെ ഫുൾ ബലാവിന്റെ മുടി കൊടുക്കും, ജീവൻ പോവും. അന്നേരം ഞാൻ അമ്പൂന്ന് വിളിക്കും, അത്രേ ഉള്ളു. അല്ലാതെ ഞാൻ വഴക്കെന്തോ ഞാൻ അല്ലാതെ എന്റെ കൊച്ചിനെ ഞാൻ പറയുന്നേ. എടാ, വഴക്ക് പറയാത്താണ് ആള്. ഞാൻ വഴക്ക് പറയുന്നത് എന്റെ ഹെഡ്സെറ്റിന്റെ വള്ളി പിടിച്ച് കടിക്കും. എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം SSD പിടിച്ച് വലിക്കും. അപ്പം എല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് ഡിസ്കണക്ട് ആവും. അങ്ങനൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോ ഞാൻ ഇച്ചിരി വഴക്ക് പറയും. ഇച്ചിരി ആവട്ടെ, ലാപ്പ് ഉണ്ടോന്ന് അവൻ കാണിച്ചു തരാം കേട്ടോ. ശരിയോ ഗൈസ്? ഇപ്പൊ ചെറുക്കൻ ഭയങ്കര കുരുത്തം കേട്ടോ.
നമുക്ക് ഇത്രയും നേരം കളിയായിരുന്നേ, വീഡിയോ എടുത്തപ്പോ സൈലന്റ്. കമ്മല് പിടിച്ച് വലിക്കണം. ഇങ്ങനെ നമ്മളെ രാത്രി ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു ടോക്ക് ചുമ്മാ ഇങ്ങനെയൊക്കെ പണ്ടത്തെ പഴമക്കാര് പറയുന്നല്ലേ. ഭയങ്കര ലൈറ്റ് ഒക്കെ ഇട്ടല്ല അലങ്കരിച്ചൊക്കെ വെച്ചേക്കുന്ന ഇങ്ങനെ വീഡിയോയിലൊക്കെ ചുറ്റും. നമ്മള് വിചാരിച്ച് നൈറ്റ് ഒക്കെ ഒന്ന് കണ്ട് കറങ്ങിയിട്ടൊക്കെ നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് അങ്ങ് പോവാടി രാത്രി. ഇങ്ങനെ നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോവാ എന്ന് ചോദിക്കരുത്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, അതാണ് നൈറ്റ് ഡ്രൈവ്. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഇരുന്നാ പോരെ. വണ്ടി പഠിച്ചോളാം. എടാ ഓണം തിരക്കൊക്കെ കഴിഞ്ഞ് എന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടാക്കണം. അതൊക്കെ തിരക്കാം, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. നീ പഠിച്ചാ മതി. നീ പഠിച്ചിട്ട് വേണം എനിക്ക് എവിടെ ഇരുന്ന് ഇങ്ങനെ ഇതിനകത്ത് കളിച്ച് ഗെയിം കളിച്ചോണ്ടിരിക്കും. അമ്പൂട്ട അമ്മയുടെ കൊടുക്കും. അമ്മ കേട്ടോ, അമ്മയുടെ ഇരുന്നിട്ടേ ഉള്ള നമ്മൾ രണ്ടുപേരും ഫ്രണ്ട് ഇരിക്കുമ്പോ. വീട്ടിലെല്ലാം ഇരുന്നാൽ മൊത്തം ബ്ലോക്ക്. ലൈറ്റ് കാണാൻ പോകുന്നതിന്റെ അവിടെയൊക്കെ ബാരിക്കേഡ് വെച്ച് നടത്തി വിടുന്നുള്ളൂ, അവര് വണ്ടി വിടുന്നില്ല. നല്ല രസമുണ്ട് തോന്നുന്നു. അങ്ങോട്ടൊക്കെ അടിപൊളി രസോട്ടാ. പരിപാടികൾ നടക്കുന്നുണ്ട്, അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. സൂവിന്റെ അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ള കാര്യം നമ്മള് പെട്ട് ഫ്രണ്ട് ഫുള്ള് ബ്ലോക്കാ. ഇത് നോക്കി, മാപ്പ് മൊത്തം റെഡ്, എവിടേക്കോ റെഡ്. ഇത് കാര്യമായിട്ടല്ലമ്മ, ഇത് കുതിരവട്ടം. അത് ഏട്ടന്റെ തെറ്റിപ്പോയത്. എന്നാ നീയും കാണും ലൈറ്റ് വെപ്രാളം കാണിച്ചിട്ടുണ്ട്. അടിപൊളി തുടങ്ങി. ഉമ്മയമ്മ എടുത്ത് കളിക്കാൻ എണ്ണീറ്റു. ഇനി ഉമ്മയമ്മ വിളിച്ചോ. ഏയ് കണ്ടി അമ്പോ ഉമ്മയമ്മ എന്തേ നമ്മൾ ഓടി കളിക്കുമല്ലായിരുന്നു കേട്ടോ. ഇതെന്തുവാ? ഇതിനകത്ത് തുണിക്കടയൊക്കെ ഉണ്ടോ റെസ്റ്റോറന്റിനകത്ത്? കേക്ക് നമുക്ക് 3ാമത്തെ ഫ്ലോറാ. ഇടി കിഴി ഉണ്ട്. വേണ്ട കിഴി, അമ്മ കിഴി എടുത്തോണ്ട് നോക്കോ വീട്ടിൽ. മുതുവേന ഉള്ളതല്ലേ. അയ്യോ തുറക്കല്ലേ കേറണ്ട. സ്വർണ്ണ കളർ കണ്ടോ? വീട്ടിൽ ഇരുന്ന ഈ സ്വർണ്ണ കളർ ലിഫ്റ്റ് ഒക്കെ കാണാൻ പറ്റുമോ നോക്ക്. അതെ, കേറി കഴിഞ്ഞ ഞാൻ അതല്ല പറയാൻ വന്ന. നമ്മൾ ലിഫ്റ്റ് കയറി ആദ്യം എന്ത് ചെയ്യണം? ഞെക്കണം. 3 3 ഇത്രയും പ്രീമിയം ലിഫ്റ്റിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ കയറുന്നേട്ടോ. ഞാൻ പണിയുന്നുണ്ട്. ഒരു 5 വർഷം കഴിഞ്ഞ ഒരു വീട് പണിയുന്നുണ്ട്. അപ്പൊ ഞാൻ നമുക്ക് അത് പറയാൻ പോലും വയ്യ. വന്ന വേണ്ട പോട്ട്. അയ്യോ ഇവിടെ മുളകും ചാക്കും. റെസ്റ്റോറന്റ് ഇവിടെ നോക്കടി, കൊണ്ടാട്ടം. ഇത് വിൽക്കാൻ വെച്ചേക്കാണോ? കാണാൻ രസമുണ്ടില്ലേ അറേഞ്ച്മെന്റ്സ് എല്ലാം. പട്ട, കാശ്മീരി. എനിക്ക് തോന്നുന്നത് ഇത് കോംപ്ലിമെന്ററി ആയിരിക്കും. ഫുഡ് കഴിക്കുന്നവർക്ക് ഒരു പിടി. അമ്മ ഫുഡ് കഴിച്ചിട്ട് ഇതിന് ഒരു പിടി കൊണ്ട് എടുക്കാം. ഒരു പിടി എല്ലാവർക്കും കോംപ്ലിമെന്ററിയാ. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, നമുക്ക് ഫുൾ അത് കണ്ടോ അവിടെ മറ്റേ ഇതൊക്കെ കിടക്കുക, മേള. ഫുഡ് കഴിക്കാൻ ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യാം. പൂള കൊണ്ട് നൈസാ. നോക്ക്. താങ്ക് യു. ഇവിടെ ഫുഡ് കഴിക്കാൻ വന്ന സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനുള്ള അവസരം തരുമോ? അത് നീ ആ ചേച്ചിയോട് ചോദിക്ക്. ഇല്ലെന്നാണ്. അവിടെ ഹോട്ടലിൽ റൂം എടുത്താലേ ചിലപ്പം കുളിക്കാൻ പറ്റത്തുള്ളൂ. നടക്കാറായി ഇങ്ങനെ ഇരിക്കും എൻ്റെ അടുത്ത്. അവിടെ ചെന്ന് പോലെ അത് സൂപ്പർ ആട്ടോ അവിടെ ഇരുന്ന് ലുക്ക് കാണാനായിട്ട്.
ഗൈസ് ആണ് ഇവിടെ നമ്മൾ സ്കാൻ ചെയ്യുക, മെനു കണ്ടുപിടിക്കുക. ആ വന്നു 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 വന്നു. അയ്യോ ഇഡലിക്ക് 499. അയ്യോ ദോശക്ക് 499. അല്ല സെറ്റായിരിക്കും, സെറ്റായിരിക്കും. 400 ദോശ ദഹിക്കത്തില്ല. വേണ്ട, അപ്പൊ 400 ദോശ വേണ്ട. എന്നാ 500 ഇഡലി ഉണ്ട്. നോക്കട്ടെ ഗൈസ്, ഞാൻ കായ്ച്ച സെലക്ട് ചെയ്യട്ടെ. ഇവര് രണ്ടുപേരും ഗൈസ് എന്നെ ഇരുന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഈ ഭയങ്കര വിലയായിരുന്നു. 5 സ്റ്റാർ ആകുമ്പോ അതിൻ്റെതായിട്ടുള്ള പ്രൈസ് ഉണ്ട്. ഇപ്പൊ 3 സ്റ്റാർ ആകുമ്പോ അതിനനുസരിച്ച് കുറയും. ഇത് 5 സ്റ്റാർ അല്ലേ? ഇതാണ് അവിടെ ബോക്സിംഗ് ഉണ്ട്, കണ്ടോ വലിയ TV ഉണ്ടോ, പ്രൊജക്ടർ കണക്കത്തെ. നമ്മള് മേലൊക്കെ പോയി ഗൈസ്. മേലൊക്കെ ഫുള്ള് മറ്റേ അത് ഇറ്റാലിയൻ ഫുഡൊക്കെയാണ്. അവിടെ ഫുള്ള് ഫോറിനേഴ്സാ. കണ്ടായിരുന്ന അമ്മയ്ക്ക് വന്നപ്പോ ഡോറൊക്കെ തുറന്നു കൊടുത്തു. അവിടുത്തെ ഇറങ്ങി വരും മാഡം എന്നൊക്കെ പറഞ്ഞു. അമ്മ എനിക്ക് ആര് ഈ ഡോറൊക്കെ തുറന്നു തരുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അല്ല, ആദ്യമായിട്ടല്ലേ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ വരുന്നത്. ഞാൻ സലാഡ് പറഞ്ഞു, ചിക്കൻ്റെ ഒരു സലാഡ്. ഞാനും നാടൻ കോഴിക്കറി, നാടൻ ചിക്കൻ കോഴിക്കറി. മൃദുല അറ്റാക്ക് ചെയ്യുക, ഇങ്ങനെ നോവിക്കും കേട്ടോ. അതാണ് അവന് ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കേൾക്കുന്നത്. ഇടയ്ക്ക് ഉമ്മ കൊടുക്കും. കിട്ടിയല്ലേ ഉമ്മ. അവനെ നൊന്ത്. അത് എന്തൊരു ഇടി അടിച്ചാമേ. കണ്ണ് ആ ചെറുക്കൻ്റെ കണ്ണു പോയി. നിന്റെ കണ്ണു പോകുന്നേ അല്ല. അങ്ങനല്ല. അയ്യോ പ്ലെയിൻ പോകുന്നു. അയ്യോ കൊതു അടിക്കുന്നോ? അവര് കോംപ്ലിമെന്ററി ആയിട്ട് തന്നതാ. മുളപ്പിച്ച 2 പയറ് മുളപ്പിച്ചതും കോളിഫ്ലവർ. ഇതെന്തോ ഐറ്റം? എന്തോ ഐറ്റം എന്നറിയാൻ പയ്യ കേട്ടോ. ഇതും എന്റെ ആ ചേട്ടൻ പറയണേ, എന്റെ ഒരു സന്തോഷത്തിനെന്നും പറഞ്ഞ് എനിക്ക് കൊണ്ടുവച്ചിട്ട് പോയി. എന്തോ സാധനം എന്നറിയാൻ പയ്യ, കഴിച്ചു നോക്കട്ടെ. എന്തോ പേര് പറഞ്ഞേനെ. ഫിഷാ തോന്നുന്നു. ഫിഷ് കട്ട്ലറ്റാ ഞാൻ തോന്നുന്നു. ഫിഷാ. എനിക്ക് ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും കൊള്ളാം, സാധനം കൊള്ളാം. ഇങ്ങനെ ഉണ്ടോ നോക്കാം. ഞാൻ ഇവിടെ തിരക്കില്ല കേട്ടോ ഫുഡിന്റെ. നിങ്ങളെ പാടാ. നിങ്ങൾ എന്തായിരുന്നു ചെയ്യും? ഉരുളം കിഴങ്ങു എങ്ങനെ ഉണ്ടോ നോക്കാം. ലെറ്റ്സ് ടേസ്റ്റ് ഗൈസ്. ഉരുളം കിഴങ്ങിട്ട ചിക്കൻ കറി. എന്റെ മോളെ പൊളി സാധനം, അടിപൊളി കറി. അല്ലേ? തേങ്ങ അരഞ്ഞ ചിക്കൻ ടേസ്റ്റ് ചെയ്തോളാം. നല്ല ചൂണ്ട്. ഇവിടെ കഴിക്കുവാ. ഓ ഇവിടെ എൻജോയ്മെന്റ്. ചെറിയ കടിക്കണം, പക്ഷെ കടിക്കരുതെന്ന് പറഞ്ഞത് എന്താ? ചിക്കൻ സൂപ്പർ. ഇതെന്തോ ഇലയൊക്കെ വെച്ചേക്കുന്ന ഇവിടെ. ഇതെന്തോ ഇല, ഇത് തിന്നാൻ പറ്റുന്നതാണോ? ചോക്ലേറ്റാ. അവിടെ വെച്ചോ. അതിന്റെ മുകളിലുണ്ടോ ഇതുണ്ടോ? നെയ്യുണ്ടോ? എണ്ണയാണോ? നെയ്യല്ല, കേക്കിനകത്തുള്ളൊരു. അത് സൂപ്പർ സാധനം അടിയത്. ഇതെന്താണോ ഇത് മെഴുകുതിരി ഗൈസ്. അടുത്തത് ഐറ്റം വന്നു, സലാഡ്. ഇത് ഈ ബ്രെഡ് എന്തിനാ? ബ്രെഡ് ഇങ്ങനെ മുക്കി കഴിക്കാനായിരിക്കും. ഇപ്പം മൊത്തത്തിൽ ഒരെണ്ണം കിടക്കാം. ഇലയും ലെറ്റ്യൂസ്.
എങ്ങനെയുണ്ട്? എന്റെ മോനെ അടിപൊളി സാധനം അല്ലേ? ഞാൻ കഴിച്ചതിൽ ബെസ്റ്റ് സലാഡ് ഗൈസ്. കൊള്ളാം കേട്ടോ. അമ്പു ചൗട്ട് നാടകോ? നിന്റെ നാടകം ഒന്നും അവന്റെ അടുത്ത് നടക്കൂല മൃദുല, ചെലവാവൂല. മൃദുല മാനം നോക്കി കിടക്കുന്നുണ്ടോ? ചന്ദ്രനെ നോക്കി നമുക്ക് ഇങ്ങനെ കിടക്കാം. ഈ ഒരു ആംഗിളേ എനിക്ക് മേലോട്ട് അമ്പൂട്ടൻ, ചന്ദ്രൻ, ആകാശം. ആഹാ, എനിക്ക് പൂള് കാണുമ്പോ ഇല്ലാതെ ഓർമ്മ വരുന്ന ബൈ ദ ബൈ ഞാൻ പോകുന്നു. വലിയ പൂള്, സെയിം പൂള്, അതേ പൂള്. താഴ്ചയാണ് കേട്ടോ. എനക്ക് നീന്താ അറിയത്തില്ലല്ലോ. നീ 7 അയലത്ത് പോവല്ല എന്റെ. എനിക്ക് നീന്താനേ അറിയോ, ഒരാളെ രക്ഷിക്കാൻ അറിയത്തില്ല. സത്യത അറിയത്തില്ല. നീ എന്നെ വിശ്വസിച്ച് ചാടല്ല കേട്ടോ. നീന്താ അറിയാത്ത ഒരാളുടെ എപ്പോഴും തലമുടിയിലേ പിടിക്കാവോ. അവരുടെ ഈ പാഠമൊക്കെ ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരാൾ വീഴുമ്പോ വെപ്രാളത്തില് നമുക്ക് അതൊന്നും നോക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ പ്രാക്ടിക്കാലിറ്റി വരുമ്പോ നമുക്ക് പാടാ. സിനിമയിലെ കണ്ടിട്ടുള്ളൂ. മറ്റേ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് കാലിൽ എന്തോ സാധനം കാണുമല്ലോ എന്നെ. ഓഹ്, പ്രവർത്തിപ്പിച്ച് കണക്കാ കൗണ്ടർ അടിക്കുന്നത്. ഇതൊക്കെ വർക്ക് ആവാത്തായിരിക്കും, ചുമ്മാ ഡെമോയ്ക്ക് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ പോയി ഫുഡൊക്കെ അടിച്ചിട്ട് ഇനി നമ്മളെ കുത്തിമറിച്ചിലാണ്. അമ്മച്ചെടുത്ത് പോ. അപ്പൊ എന്തായാലും ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു സുഹൃത്തുക്കളെ. ഇനി ഈ കളി ഒരു 2-3 മണിക്കൂർ തുടരും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീടുള്ള ബൈ.